ഇടവക്കൂറിലെ കാര്യമാണ് പറയുന്നത്. ഇടവത്തിൽ വരുന്നത് 2, 3, 4 പാദങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം 1, 2 പാദങ്ങളാണ്. ഇവർക്ക് നേതൃസ്ഥാനത്ത് വരാനും പഠിക്കുന്നവർക്ക് ജോലി കിട്ടാനും വിദേശത്ത് പോകാനും ഒക്കെയുള്ള ഭാഗ്യം ഈ കാർത്തികക്കാർക്കുണ്ട്. പഠിക്കുന്നവർക്ക് ആ പഠിച്ച വിഷയം തന്നെ ജോലി കിട്ടാനും ഭാഗ്യം ഉള്ളവരാണ് അവർ. ഭാഗ്യത്തിൻ്റെ ആളുകളാണ്. കാർത്തിക നക്ഷത്രത്തിന് നമ്മൾ അറിയപ്പെടുന്ന പ്രസിദ്ധരായ പലരുമുണ്ട് പല രംഗങ്ങളിൽ. രാഷ്ട്രീയമാകാം, സാഹിത്യമാകാം, കലയാകാം, സയൻസാകാം. സയൻറ്റിസ്റ്റുകൾ പലരും കാർത്തികക്കാരാണ്. അവർക്കിപ്പോൾ പൊതുവെ നല്ലതാണ്. 1, 2, 3 ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. സിംഹത്തിലാണ് കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഈ ശനി ഈ രാശിക്കാരെ വളരെയേറെ സഹായിക്കുകയാണ്. കാരണം അങ്ങനെ കർക്കിടകത്തിൽ നിൽക്കുന്നതായ സർവശക്തനായ വ്യാഴനെ ബൃഹസ്പതി എന്നും വിളിക്കാറുണ്ടല്ലോ. അദ്ദേഹം ദേവഗുരുവാണ്. അദ്ദേഹം ഈ 9 നിൽക്കുന്ന ശനിയെ നോക്കുന്നുണ്ട്. അത് ചില്ലറ കാര്യമല്ല. ഇടവം മുതലായ ചില രാശിക്കാർക്ക് അപാരമായ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശനി ചെയ്യുന്ന സഹായം ഒരിക്കലും നഷ്ടമാകില്ല, ഗുണങ്ങൾ കുറയുകയില്ല. അതാണ് ശാസ്താവിൻ്റെ ഏറ്റവും വലിയ മഹിമകളിലൊന്ന്. വളരെ ഗംഭീരമായ അവസ്ഥയാണ് അത്. ആ കൂട്ടത്തിലാണ് ജോലി, വരുമാനം, മിച്ചം അവർക്കുണ്ടാകും. അവരുടെ ഹൃദയബന്ധത്തിലുള്ള കാര്യങ്ങൾ പെൻഡിങ്ങിലായിരിക്കുന്നതാണെങ്കിൽ പോലും അത് വിവാഹത്തിലെത്തിക്കും. ഫോറിൻ യാത്ര, പണം വാങ്ങിയ സ്പോൺസർ മുങ്ങിപ്പോയി എന്ന് കരുതണ്ട. അയാൾ നിങ്ങൾക്ക് വേണ്ടി അടുത്തിടെ എത്തുന്നതാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് പ്രൊമോഷനുണ്ട്. അപ്പോൾ ജോലി, വിവാഹം ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത എന്താണ്? നമുക്ക് ഒരു ഭവനം നിർമ്മിക്കാൻ ശ്രമിച്ചു നോക്കണം. ഒന്നുമില്ലാതെ നിങ്ങൾ ഭവനം നിർമ്മിക്കാൻ തുടങ്ങില്ലല്ലോ. അത് തുടങ്ങി കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ കിട്ടും. ഉത്തരോത്തരം മേന്മയാണ് കാണുന്നത്. രോഹിണി അത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു നക്ഷത്രമാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇവരുടെ മുഖത്തിന് പ്രത്യേകമായ ഒരു ഐശ്വര്യവും വലിയ കണ്ണുകളും ഒക്കെ ഉള്ളവരാണ്. നല്ല ശബ്ദവും എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള കഴിവും ഒക്കെ ഉള്ളവരാണ്. അവരും ഉയരാൻ കഴിയുന്നവരാണ്. ഏത് തരത്തിലായാലും ഉയരാൻ കഴിയും. ഇപ്പോൾ 20 വയസ്സുള്ള ഒരാളിനാണെങ്കിൽ പോലും 5, 7, 12, 18, 30 വയസ്സ് വരെ 18, 12 വയസ്സ് വരെ രാഹുവും 20 ശേഷം 36 വയസ്സ് വരെ അവർക്ക് വ്യാഴവുമാണ്. അങ്ങനെ വ്യാഴത്തിൻ്റെ ഗുണഗണങ്ങൾക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ളവർക്കും കുറച്ചെങ്കിലും അത് കിട്ടും. വളരെ നല്ലതാണ്. വ്യാഴൻ്റെ സഹായം വളരെ വർദ്ധിക്കുന്നതിന് തീർച്ചയായും ഭഗവാൻ കൃഷ്ണനെ കാണുക. സമ്പൂർണനായ കൃഷ്ണനാണ്. ദൈവങ്ങൾക്ക് കൊടുക്കുക, പുഷ്പാഞ്ജലി ചെയ്യുക, ഇതൊക്കെ നല്ലതായിരിക്കും. ചെറിയ കുട്ടികളായാലും അവരെ കൊണ്ട്, രോഹിണിയിലുള്ള ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് 10 വയസ്സ് വരെ രക്ഷിതാക്കൾക്കാണ് മേന്മ. അപ്പോൾ രക്ഷിതാക്കൾക്ക് വേറെ ഏതെങ്കിലും നക്ഷത്രത്തിൽപ്പെട്ടവരായാലും ഈ കാർത്തിക മുഖാന്തരം ദോഷങ്ങളെല്ലാം മാറിപ്പോകും. ഇവർക്കും ശനിയെക്കൊണ്ട് ഗുണമാണ്. വിവാഹം, ഭവന നിർമ്മാണം, ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ, ട്രാൻസ്ഫർ, എല്ലാ ഗുണഗണങ്ങളാണ് കാണുന്നത്. പ്രത്യേകിച്ച് സൈന്യത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സംസ്ഥാനത്താണെങ്കിൽ പോലീസ്, ആർമി മുതലായ കേന്ദ്രത്തിൻ്റെ വിഭാഗത്തിൽ പോസ്റ്റ് ഓഫീസുകൾ, ഇവർക്കൊക്കെ ബന്ധിച്ച ഗുണമാണ് കിട്ടാൻ പോകുന്നത്. മകയിരം തീർച്ചയായും ദേവിയുടെ ഒരു 1ാം നക്ഷത്രമാണ്. അവർക്ക് 1, 2 പാദങ്ങളാണ്. അവർ സയൻസിൻ്റെ ആളുകളാണ്. സയൻസ് ഗുണങ്ങളുള്ള ജോലികൾ കിട്ടും. ഡോക്ടറോ മെഡിക്കൽ ഷോപ്പ് സ്വന്തമായി നടത്താനോ കഴിവുള്ളവരാണ് ഇവർ. മക്കൾക്കും ഗുണമാണ്. മക്കളും ഡോക്ടറാകാം, മരുമക്കൾ ഡോക്ടറാകാം. എന്ന് പറയുമ്പോൾ സയൻസിൻ്റെ ആളുകളായതുകൊണ്ടാണ്. മകയിരക്കാർ അത്തരക്കാരാണ്. അവർക്കത് കിട്ടിയില്ലെങ്കിൽ പോലും അവരുടെ മക്കൾക്കും ഭർത്താവിനും ഒക്കെ അതിൻ്റെതായ ഗുണം കാണും. ആരോഗ്യം സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടുപ്പ് വേദന, മുതുക് വേദന, കഴുത്ത് വേദന മുതലായ വരാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് തീർച്ചയായും ആ 1, 2 പാദത്തിലുള്ളവർ വളരെയേറെ മിതത്വം പാലിച്ച് ക്ഷോഭിക്കാതെ മുന്നോട്ട് പോയാൽ മതി. മക്കളുടെ വിവാഹം ഒക്കെ നടക്കാൻ നല്ല കാലമാണ്. അടുത്തത് മിഥുനമാണ്. മിഥുനത്തിൽ വരുന്നത് മകയിരത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, ഉണർന്ന. ഇത് ഉഭയരാശിയാണ്. എല്ലാം
നശിച്ചു പോയി തകർന്നു പോയി എന്നൊക്കെ പെട്ടെന്ന് ഏതെങ്കിലും നാട്ടുകാരോ കൂട്ടുകാരോ പറയുന്നത് മാത്രം എടുക്കരുത്. നിങ്ങളെ രണ്ടിൽ നിൽക്കുന്ന രണ്ടാം ഭാവത്തിൽ വരുന്ന വ്യാഴനെ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഗുണങ്ങളെ ഉണ്ടാകും. കാറ്റ് ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത് പോലെ പൂർണ്ണമായ ഗുണഗണങ്ങൾ ഉണ്ടായില്ല എങ്കിലും വലിയ ചീറ്റിംഗ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് തകർച്ച ഉണ്ടാവില്ല, അത് തീർച്ചയാണ്. നിങ്ങൾ പൊതുവെ സൗന്ദര്യമുള്ളവരും ഒക്കെയാണ്, അങ്ങനെയാണ്. പഠിച്ചു ഉയർന്നവരും പഠിക്കുന്നവർക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് മുന്നേറാൻ കഴിയും. ശാസ്ത്രീയമായ രംഗത്ത് ശോഭിക്കും. ചിലപ്പോൾ ഐസാറ പോലെയുള്ളിടത്താകാം. ഏത് രീതിയിലും മുന്നിലെത്തുന്നവരാണ്, സംശയിക്കേ വേണ്ട. പിന്നെ ഭവന നിർമ്മാണം, ജോലിയിൽ ഉന്നതി ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. സ്നേഹബന്ധങ്ങൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകാം. അതൊക്കെ നമ്മുടെ കുടുംബവൃത്തത്തിൽ നമ്മുടെ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി ഉപയോഗിക്കേണ്ട സന്ദർഭമാണത്. അപകടത്തിലേക്ക് നീങ്ങേണ്ട കാര്യമല്ലോ. വലിയ മക്കളും ഭർത്താവിൻ്റെ സ്റ്റാറ്റസ് കോ ഒക്കെ നോക്കുമ്പോൾ, സ്ത്രീകളും ഭാര്യയുടെ സ്റ്റാറ്റസ് കോ നോക്കുമ്പോൾ ഭർത്താവ് അതൊക്കെ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ നിങ്ങളിൽ അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചെന്ന് ചാടുന്നവരല്ല. ഭവന നിർമ്മാണത്തിലും മറ്റും നിങ്ങൾക്ക് ഉയർച്ചയുണ്ട്. കൂടുതൽ ഭവനമുള്ളവരാണ്. തിരുവാതിര നക്ഷത്രക്കാർ, ഇത് പരമശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അഗ്രേസ് നിങ്ങൾക്കുള്ളതാണ്, എല്ലാവർക്കും ഉള്ളതുപോലെ നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ ചെറിയ വൈഷമ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന പലതും നടന്നുകൊണ്ടിരുന്ന നക്ഷത്രമാണിത്. പക്ഷെ ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് മുടക്കമുണ്ട്. അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോരാ. ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും തന്നെ ചെയ്യാൻ നോക്കുക. 21 അർച്ചനാണെങ്കിൽ 21 ചെയ്യുക. അത്തരം കാര്യങ്ങൾ ചെയ്യുക. പാൽപ്പായസം കൊടുക്കുക, അഷ്ടോത്തരം ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. മാർക്ക് പഠിക്കുന്നവർക്ക് നല്ല മാർക്ക് കിട്ടും. പിന്നെ ഹൃദയബന്ധത്തിലുള്ളവർക്ക് മെച്ചക്കൊടിയാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ദൃഢപ്രതിജ്ഞയെടുക്കാൻ കഴിവുള്ളവരാണ്. എഴുത്തുകാർ, സിനിമാക്കാരൊക്കെ ഈ നക്ഷത്രത്തിലുള്ളവരാണ്. മികച്ച കാര്യങ്ങൾ കാണുന്നത് ഊഹക്കച്ചവടത്തിലുള്ളവർ ശ്രദ്ധിക്കണം, അത് വിജയിക്കും. എന്നാൽ ഇപ്പോഴുള്ള ടീമായിട്ടേ മുന്നോട്ട് പോകാവൂ. പുതിയ സുഹൃത്തുക്കളുമായിട്ടാണെങ്കിൽ ആ ഊഹക്കച്ചവടത്തിൽ ഫെയിലുവർ ഉണ്ടാകും. ബാക്കിയെല്ലാം നല്ലതാണ്.